ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തുന്നാരൻ പക്ഷിയെ പറ്റിയാണ്. ഇവയുടെ ആവാസ വ്യവസ്ഥ പൂന്തോട്ടങ്ങൾ, കുറ്റിക്കാടുകൾ, കൃഷിയിടങ്ങൾ, വീടുകളുടെ പരിസരം തുടങ്ങിയ സസ്യസമൃദ്ധമായ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പ്രധാനമായും ചെറിയ പ്രാണികൾ, പുഴുക്കൾ, ചിലന്തികൾ തുടങ്ങിയവയെ ഭക്ഷിക്കുന്നു. ചിലപ്പോൾ ചെറിയ പഴങ്ങളും വിത്തുകളും കഴിക്കും. വളരെ സജീവമായ പക്ഷിയാണ്. കുറ്റിച്ചെടികൾക്കിടയിലും ഇലകൾക്കിടയിലും ചാടി സഞ്ചരിച്ച് ഭക്ഷണം തേടുന്നു. ഇലകൾ തുന്നിച്ചേർത്തതുപോലെ കൂടുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ചുണ്ടുകൊണ്ട് ഇലകളിൽ ചെറിയ തുളകൾ ഉണ്ടാക്കി നാരുകൾ ഉപയോഗിച്ച് ഇലകൾ ചേർത്താണ് കൂട് നിർമ്മിക്കുന്നത്. സാധാരണയായി ഏകദേശം 2 മുതൽ 4 മുട്ടകൾ വരെ ഇടുന്നു. മുട്ട വിരിഞ്ഞ ശേഷം മാതാപിതാക്കൾ പ്രാണികളെയും പുഴുക്കളെയും കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. ഇലകളും ചെറിയ ചെടികളും ധാരാളമുള്ള സ്ഥലങ്ങളാണ് ഇവയ്ക്ക് പ്രത്യേകമായി ഇഷ്ടം. കൂടുണ്ടാക്കാനും ഭക്ഷണം കണ്ടെത്താനും ഇത്തരം സസ്യങ്ങൾ ഇവയ്ക്ക് സഹായിക്കുന്നു. സാധാരണയായി മഴക്കാലത്തോട് അനുബന്ധിച്ചും ഭക്ഷണം ധാരാളമായി ലഭിക്കുന്ന സമയത്തുമാണ് പ്രജനനം നടക്കുന്നത്. ആൺ പെൺ പക്ഷികൾ ചേർന്ന് ഇലകൾ തുന്നിച്ചേർത്തതുപോലെ കൂട് നിർമ്മിക്കുന്നു. ചെടികളുടെ ഇലകൾ നാരുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചാണ് കൂട് ഉണ്ടാക്കുന്നത്. സാധാരണയായി 2 മുതൽ 4 മുട്ടകൾ വരെ ഇടുന്നു. പെൺപക്ഷിയാണ് പ്രധാനമായും മുട്ടകൾക്ക് അടയിരിക്കുന്നത്. ഏകദേശം 12 മുതൽ 14 ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിയുന്നു. കുഞ്ഞുങ്ങളുടെ പരിപാലനം മാതാപിതാക്കൾ ഇരുവരും കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രാണികളെയും പുഴുക്കളെയും കൊണ്ടുവന്ന് ഭക്ഷണം നൽകുന്നു. കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കാൻ പഠിച്ച ശേഷം കൂട് വിട്ടു പോകുന്നു. ഇലകൾക്കും കുറ്റിച്ചെടികൾക്കുമിടയിൽ തിരഞ്ഞാണ് പ്രധാനമായും ഭക്ഷണം കണ്ടെത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്കായി പ്രോട്ടീൻ കൂടുതലുള്ള ചെറിയ പ്രാണികളാണ് സാധാരണയായി നൽകുന്നത്. തുന്നാരൻ പക്ഷിയുടെ കാട്ടിലെ ആയുസ്സിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പരിമിതമാണ്. സാധാരണയായി ഏകദേശം 3 മുതൽ 5 വർഷം വരെ ജീവിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. അനുകൂലമായ സാഹചര്യങ്ങളിൽ ചില പക്ഷികൾ അതിൽ കൂടുതൽ കാലം ജീവിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.